2024 ജൂൺ മാസം 1-ാം തീയതി ചൊവ്വ മീനം രാശിയിൽ നിന്നും തൻ്റെ സ്വന്തം രാശിയായ മേടം രാശിയിലേക്ക് രാശി മാറിയിരിക്കുകയാണല്ലോ. ചൊവ്വയുടെ ഈ രാശിമാറ്റം മേടക്കൂറിലെ നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തിക, കാല് എന്നീ നക്ഷത്രക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. മേടക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ചു കാലമായി പലവിധ ബുദ്ധിമുട്ടുകളും കാര്യതടസ്സങ്ങളുമൊക്കെ അനുഭവിച്ചു വരികയായിരുന്നുവല്ലോ. ജന്മരാശിയിൽ വ്യാഴൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇവർ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതാണ്. എന്നാൽ മെയ് മാസം വ്യാഴൻ 2ാമത്തെ രാശിയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ഒന്ന് മെച്ചപ്പെടും എന്ന് കരുതിയിരുന്നവർക്ക് പിന്നെയും ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു. ഇതിന് കാരണം വ്യാഴന് മൗഢ്യമായിരുന്നു. എന്നാൽ ഈ ജൂൺ മാസം 4-ാം തീയതി വ്യാഴൻ്റെ മൗഢ്യം അവസാനിക്കുകയും കാര്യങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു പുരോഗതി ഉണ്ടായി തുടങ്ങുകയും ചെയ്തു. വ്യാഴൻ മാത്രമല്ല, മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ രാശിനാഥനായ ചൊവ്വ ഈ ജൂൺ മാസം 1 മുതൽ ജന്മക്കൂറിൽ സഞ്ചരിക്കുകയാണ്. ചൊവ്വ ഒരു ആഗ്നേയ ഗ്രഹമാണ്. മേടം രാശി ഒരു ആഗ്നേയ രാശിയുമാണ്. ആഗ്നേയ ഗ്രഹങ്ങൾക്ക് നിൽക്കാൻ പറ്റിയ രാശിയാണ് ആഗ്നേയ രാശി. കാരണം ഒരു തീക്കനൽ അഗ്നിയിൽ വീണാൽ അത് 10 മടങ്ങ് ശോഭയോടെ കത്തിജ്വലിക്കുന്നതാണ്. അതുപോലെയാണ് ചൊവ്വയുടെ കാര്യവും. ഇതുവരെ ഇവരെ ബാധിച്ചിരുന്ന മടിയും ആലസ്യവുമെല്ലാം ഇവരെ വിട്ടൊഴിഞ്ഞ് മാനസികമായും ശാരീരികമായും ഒരു നവോന്മേഷം ഇവരിൽ വന്നു നിറയുന്നതായി കാണാം. എന്തിനും ഏതിനും ഒരു കൈ നോക്കാം എന്ന ഒരു ചങ്കൂറ്റവും ഇവർക്കുണ്ടാകുന്നു. പുതിയ ബിസിനസ്, പുതിയ സംരംഭങ്ങൾ, പുതിയ ജോലി, ഇതിലെല്ലാം ഇപ്പോൾ ഇറങ്ങുവാൻ അനുകൂലമായ സമയമാണ്. ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ, ടെസ്റ്റ് ഇത്യാദി കാര്യങ്ങളിൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു. ഈ ജൂൺ മാസത്തിൽ ചിലർക്ക് യാത്രകൾ ചെയ്യാനും ഇടവരുന്നു. മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴൻ 2-ൽ സഞ്ചരിക്കുന്നതും 5-ാം ഭാവാധിപനായ സൂര്യൻ 2-ൽ സഞ്ചരിക്കുന്നതും 10-ഉം 11-ഉം ഭാവാധിപനായ ശനി ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും വളരെ അനുകൂലമായ സ്ഥിതിവിശേഷമാണ്. രാഹു 12-ൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും അത് ധനപരമായ നേട്ടങ്ങൾക്ക് അനുകൂലമായ സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, രാഹു 12-ൽ നിൽക്കുമ്പോൾ വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും വളരെ അനുകൂലമായ ഒരു റിസൾട്ടായിരിക്കും കൊടുക്കുക. ചൊവ്വ നേതൃത്വത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രഹമാണ്. നിങ്ങൾ അത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ നേതൃനിരയിലേക്ക് കയറി വരുവാനുള്ള ഒരു അവസരവും ഇപ്പോൾ ലഭിക്കുന്നു. കൂടാതെ എതിരാളികളെ അടിച്ചമർത്താനും അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനും ഈ കാലത്ത് സാധിക്കുന്നതാണ്. എതിരാളികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശത്രുക്കളെ മാത്രമല്ല, നമ്മിൽ തന്നെയുള്ള പല വിപരീതമായ സ്വഭാവങ്ങളെയും കാഴ്ചപ്പാടുകളെയും ആകാം. അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളിലെ വിപരീതമായ അനുഭവങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ നെഗറ്റീവ് ചിന്തകളെയും അലസതയെയും ആലസ്യങ്ങളെയും ആകാം. എന്തൊക്കെ തന്നെയായാലും ജന്മക്കൂറിലെ ചൊവ്വ നിങ്ങൾക്കൊരു പുതിയ ഉണർവും ഉന്മേഷവും കൊണ്ടുതരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ 2-ൽ സഞ്ചരിക്കുന്ന വ്യാഴനും സൂര്യനും നിങ്ങൾക്ക് നല്ല വാഗ്ബലവും നൽകുന്നു. ബുദ്ധിപൂർവ്വവും യുക്തിപൂർവ്വവും സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഈ 2 ആത്മീയ ഗ്രഹങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇതൊക്കെയാണെങ്കിലും ചൊവ്വ തീക്ഷ്ണതയുടെ ഒരു ഗ്രഹമാണ്. അതിനാൽ നമ്മിൽ അല്പം ദേഷ്യവും സഹനശക്തിയില്ലായ്മയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏത് കാര്യവും നിഷ്കർഷമായി നടപ്പിലാക്കണം എന്ന നിർബന്ധ ബുദ്ധിയും ഇപ്പോൾ കാണിച്ചു എന്നും വരാം. ഇക്കാര്യവും കൂടി ഓർത്തുവെച്ച് ഇത്തരം കാർക്കശ്യ സ്വഭാവം നിയന്ത്രിക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ വാഹനങ്ങൾ ഓടിക്കുന്നവരാണെങ്കിൽ അമിതമായ വേഗത എടുക്കുവാൻ സാധ്യതയുണ്ട്. അപകട സാധ്യതയുള്ള സമയമായതിനാൽ അമിത വേഗത ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും 2 വീലർ ഓടിക്കുന്നവർ ഹെൽമറ്റ് നിർബന്ധമായും ധരിക്കുക. വീഴ്ചയ്ക്ക് സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ചും മേടം രാശി തലയെ സൂചിപ്പിക്കുന്നതിനാൽ തലയ്ക്ക് പരിക്കു പറ്റാതെ സൂക്ഷിക്കുക. ശരീരത്തിൽ ചൂട് കൂടുതലായി അനുഭവപ്പെടാം. ഉഷ്ണരോഗങ്ങൾ ഉണ്ടാകാം. അമിതമായ കോപവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാം. ചൊവ്വ ഇരുതല മൂർച്ചയുള്ള ഒരു ആയുധത്തെ പോലെയാണ്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ ചൊവ്വയെക്കൊണ്ട് നമുക്ക് ധാരാളം ഉപകാരങ്ങളുണ്ടാകും. എന്നാൽ അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ നമുക്ക് തന്നെ ഹാനി വരുത്തുകയും ചെയ്യും. ഇക്കാര്യം കൂടി ഓർത്തു വയ്ക്കുക. നമ്മുടെ ജന്മക്കൂറിൽ വരുന്ന ചൊവ്വയ്ക്ക് 4-ാം ഭാവത്തിലേക്കും 7-ാം ഭാവത്തിലേക്കും അഷ്ടമത്തിലേക്കും ദൃഷ്ടിയുണ്ട്. ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കും ഇടപാടുകൾക്കും ഇത് അനുകൂലമായ സമയമായിരിക്കും. നെഞ്ച്, ഇടുപ്പ്, ഗുഹ്യഭാഗം എന്നിവിടങ്ങളിൽ രോഗങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ശസ്ത്രക്രിയ വേണ്ടിവരുന്ന രോഗങ്ങളുള്ളവർക്ക് അനുകൂലമായ ഒരു കാലഘട്ടമാണിത്. അതായത് ശസ്ത്രക്രിയയിൽ ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷനുകളൊന്നും ഈ കാലത്ത് നടത്തുന്ന ശസ്ത്രക്രിയയിൽ ഉണ്ടാകില്ല എന്ന് സാരം. ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമാണ്. സമീപത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടുത്തെ പൂജകളിലും വഴിപാടുകളിലും പങ്കെടുത്ത് ചൊവ്വയുടെ ആനുകൂല്യം പരമാവധി ലഭ്യമാക്കുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.